ഡോക്ടർ, എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാന്ന് വെച്ചാലേ, കേരളത്തിലൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ ഏകദേശം 2000 ഫാമിലീസ് ഉണ്ട്. അവർക്ക് 300-400 ട്വിൻസ് ആണ് ആ വില്ലേജിൽ ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം വർക്കാവുന്നത്? അതിനെന്തെങ്കിലും സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളത്? കൊടിഞ്ഞി എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ഉണ്ട് കേരളത്തിൽ. തീർച്ചയായിട്ടും അതിന്റെ കറക്റ്റ് റേഷ്യോ എനിക്ക് ഓർമ്മയില്ല. ഒരു ഫാമിലിയിൽ ഒരു ട്വിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിൽ ആ ട്വിൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടി വരുന്നുണ്ടെന്നാണ് നമ്മുടെ പഠനങ്ങളിൽ റിസർച്ചൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ കുറച്ച് അതുപോലെ ട്വിൻസ് ഉള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നു. അത് ഹെറിഡിറ്ററി ആയിട്ട് ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുന്നു എന്നത് ഫാക്റ്റാണ്. അതാണ് ഹെറിഡിറ്ററി ആയിട്ടുള്ള സാധ്യത. അതാണ് ആ ഒരു വില്ലേജ് സംഭവിച്ചിട്ടുണ്ടാവാം. പിന്നെ ട്വിൻസ്, ട്രിപ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്ന വേറൊരു കാര്യം തന്നെ IVF പോലത്തെ രീതിയിലുള്ള പ്രഗ്നൻസി, പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആവാത്ത ആൾക്കാർ ചെയ്യുന്ന